വേദിയിലുള്ള നമുക്കേവർക്കും പ്രിയങ്കരായ ശ്രീ ഡി രാജേന്ദ്രൻ, ശ്രീ റഫീഖ് അഹമ്മദ്, ഈ പരിപാടിയുടെ ആമുഖ പ്രഭാഷണം നടത്തുന്ന ശ്രീ രാജ്കുമാരി ടീച്ചർ, ഇതെന്ന് രേഖപ്പെടുത്തുന്ന നമ്മുടെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള ശ്രീ അപർണ ബാലകൃഷ്ണൻ, എനിക്ക് അഭിമുഖമായി സദസ്സിലുള്ള ഏറ്റവും പ്രിയങ്കരെ സുഹൃത്തുക്കളെ, സാഹിത്യത്തെ സംബന്ധിച്ചോളം വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയരായ കവികൾ, ഗാനരചയിതാക്കൾ, എല്ലാ ദിവസവും നാം ഓർക്കത്തക്കവണ്ണം നമ്മുടെ ചൂണ്ടിൽ വരത്തക്കവണ്ണം പാട്ടുകൾ, കവിതകൾ നമുക്ക് സമ്മാനമായി തന്നിട്ടുള്ള രണ്ടുപേർ അവരുടെ കാവ്യ ജീവിതത്തെക്കുറിച്ച്, അനുഭവങ്ങളെക്കുറിച്ച്, നിലപാടുകളെക്കുറിച്ചെല്ലാം ഇന്ന് നമ്മോട് സംവദിക്കാൻ സന്നദ്ധരായിരിക്കുക. കാവ്യപുസ്തകമല്ലോ ജീവിതം എന്ന തുടർ പരിപാടിയിൽ 7-ാമത്തെയോ 8-ാമത്തെയോ എപ്പിസോഡാണ് ഇന്നിവിടെ അരങ്ങേറുന്നത്. സച്ചിദാനന്ദ മാഷ് മുതൽ ധാരാളം കവികൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്താറുള്ളത്. പങ്കെടുത്ത് കടന്നു പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാഹിതിയിൽ സംഘടിപ്പിക്കുന്ന 226-ലധികം വരുന്ന പരിപാടിയുടെ ഒരു ഭാഗം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ആമുഖ പ്രഭാഷണത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് കവിയും എഴുത്തുകാരിയും അധ്യാപികയുമായ രാജ്കുമാരി ടീച്ചറെ ഹാർദവമായി ക്ഷണിക്കുക. നന്ദി രാജ ടീച്ചർ. സ്നേഹിതരെ, നമ്മളേവരും കാത്തിരിക്കുന്നത് റഫീഖ് അഹമ്മദ് മാഷിൻ്റെയും MDRൻ്റെയും വാക്കുകൾക്ക് വേണ്ടിയാണ്. പ്രബുദ്ധമായ ഒരു സദസ്സ് തന്നെ ഇന്ന് നമുക്ക് വന്നു ചേർന്നിട്ടുണ്ട്. സാഹിതിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഒന്നാണ് ഈ പ്രബുദ്ധ സദസ്സ് എന്ന് തന്നെ പറയാം. സമഗ്രമാണ്. എല്ലാവരും എഴുത്തുകാരായതിനാൽ വലിയൊരു ആമുഖം ആവശ്യമില്ലാത്തൊരു സദസ്സ് കൂടിയാണ് സാഹിതിയുടെ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക. MDRും റഫീഖ് അഹമ്മദ് സാറും മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരായ കവികൾ, ഗാനരചയിതാക്കൾ മാത്രമല്ല നോവലിസ്റ്റുകൾ കൂടിയാണ് അവർ എന്നുള്ളത്. MDRൻ്റെ കയ്യിൽ നിന്നും റഫീഖ് സാറും ഒക്കെ നോവലുകൾ എഴുതിയിട്ടുള്ളവരാണ്. നിരവധി സാഹിത്യ മേഖലകളിൽ പ്രവർത്തനം നടത്തുന്നവരാണ്. പക്ഷെ നമുക്ക് കൂടുതൽ പരിചിതം അവിടെ സിനിമാ ഗാനങ്ങൾ ആണ് എന്നുള്ളത് യാദൃശ്ചികമാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല. അതിൻ്റെ സിനിമാ ഗാനങ്ങൾ എന്ന ശ്രേണിയിൽപ്പെടുത്തണമോ അതോ കവിത തന്നെയാണോ എന്നുള്ളതാണ് നമ്മൾ തരംതിരിക്കാൻ പറ്റാത്ത വണ്ണം വിഷമിക്കുന്ന ഒരു ഘട്ടം. ഒരു പക്ഷേ MDRും റഫീഖ് സാറൊക്കെ നല്ല ഒന്നാന്തരം കവികൾ മാത്രമല്ല, മലയാള ഗാനശാഖയ്ക്ക്, ചലച്ചിത്ര ഗാനശാഖയ്ക്ക് പ്രത്യേകിച്ചും കവിതകളിലൂടെ സമ്മാനം നൽകിയവരാണ്. കവിതകളാണ് അവരെല്ലാം എഴുതിയിരിക്കുന്നത്. ചലച്ചിത്ര ഗാനങ്ങളും കവിതകൾ പോലും ഏറെ വിമർശിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലും അത്രയേറെ ശ്രദ്ധിക്കപ്പെടുന്ന കവികളായി മാറാൻ, ഗാനരചയിതാക്കളായി മാറാൻ ഈ രണ്ടു പേർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇന്നത്തെ പ്രേക്ഷകരെന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. ഒരുപക്ഷെ ഇവർ പ്രണയ കവികൾ കൂടി, പ്രണയത്തെക്കുറിച്ച് വാദോരാതെ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു നിയന്ത്രണവുമില്ലാതെ, അതിരുകളില്ലാതെ പ്രണയത്തെക്കുറിച്ച് ഇത്രയും വാചാലമായിട്ടുള്ള എഴുതിയ കവികൾ കുറവാണ്. വിരഹത്തിൻ്റെയും കവികളാണ്. എത്രയോ മനോഹരമായിട്ടുള്ള വിരഹ കാവ്യങ്ങളാണ് അവർ നമ്മൾക്ക് സമ്മാനിച്ചിട്ടുള്ളതെന്ന് നാം ആലോചിക്കണം. അവർ കാലത്തിൻ്റെയും കവികളാകുന്നത് എത്രയോ സ്വാഭാവികമാണ്. മനുഷ്യന്റെ ജീവിതം അല്ലെ മനുഷ്യ വികാരങ്ങളെ കവിതയിലൂടെ ഇത്രമാത്രം ഹൃദയസ്പർശിയായ രീതിയിൽ, സ്വതസിദ്ധമായ രീതിയിൽ വർണ്ണിക്കുവാൻ കഴിയുന്ന ഇവരുടെ കവിതകളുടെ ആ ജീവാംശം തന്നെ, ആ സജീവത തന്നെയാണ് ഇവരുടെ കവിതകൾക്കുള്ള പ്രാധാന്യത്തെ വിളിച്ചോതുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ കുറേയധികം കാര്യങ്ങൾ അധ്യക്ഷ പ്രസംഗത്തിൽ പറയണമെന്ന് എഴുതി പതിവില്ലാതെ എഴുതി സൂക്ഷിച്ചു വെക്കുകയുണ്ടായി. പക്ഷെ വളരെയധികം കാര്യങ്ങൾ രാജകുമാരി ടീച്ചർ പറഞ്ഞത് കൊണ്ട് ഞാൻ അതിലേക്ക് കാര്യമായി കടക്കുന്നത് ചിലപ്പോൾ നല്ലതല്ല എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞ് മാത്രം ഈ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ നമ്മൾ ഇവിടെ ഗാനങ്ങളിലൂടെയാണ് ശ്രദ്ധിക്കുന്നതെങ്കിലും അതീവ കൃത്യമായ കവിതകൾ, കാവ്യശാഖയ്ക്ക്, മലയാള കാവ്യശാഖയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള 2 പേര് കൂടിയാണ് ഇവർ എന്നുള്ളതാണ്. റഫീഖ് അഹമ്മദ് സാറിന് തൻ്റെ കാവ്യസമാഹാരത്തിന് സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിട്ടുണ്ട്. ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയവരാണ് ഈ 2 പേര്. അതുപോലെ തന്നെ MDR ഈ അടുത്ത കാലത്ത്
ശ്രാവണ ബെളഗോള എന്ന പേരിൽ അതിപ്രശസ്തമായിട്ടുള്ള ഒരു ഖണ്ഡകാവ്യം തന്നെ മലയാളത്തിന് സമ്മാനമായി നൽകിയിട്ടുണ്ടായി. ഖണ്ഡകാവ്യങ്ങൾ മാത്രമല്ല, ഈണത്തിൽ ചൊല്ലാവുന്ന കവിതകൾ ഏറ്റവും ദുർലഭമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ വായനാ സമൂഹം കടന്നു പോകുന്നിടത്താണ് അത്രയും കണിശത്തോടുകൂടി നിശ്ചയമായിട്ടുള്ള ഈ ഖണ്ഡകാവ്യങ്ങളും കാവ്യങ്ങളും രചിക്കപ്പെടുന്നു എന്നുള്ളത് അല്പം അസൂയോടുകൂടി മാത്രമേ വായനക്കാർക്ക് പോലും നോക്കി നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ്. ധാരാളം പാട്ടുകൾ ഇവിടെ എന്നും നമ്മളെ ധന്യമാക്കിക്കൊണ്ടിരിക്കുക. അതായത് യേശുദാസിന്റെ പാട്ട് കേൾക്കാത്ത ഒരു ദിവസം പോലും ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന വല്ലാറിനെ പോലെ ഒക്കെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന രണ്ടുപേരുടെ പാട്ടുകളായിരിക്കും ഇന്ത്യൻ്റെയും അതുപോലെ തന്നെ സാറിന്റെയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ കവിയായും ഗാനരചയിതാവും ആയും നോവലിസ്റ്റുകളും തിരക്കഥാകൃത്തുക്കളും ഒക്കെ ആയിട്ട് ഈ സാംസ്കാരിക മണ്ഡലത്തിൽ ഒന്നാകെ മലയാളത്തിലാകെ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ ഇന്ന് സാഹിതിയിൽ നമ്മോട് സംവദിക്കാൻ എത്തുന്നു എന്ന് പറയുന്നത് ഏറെ ഭാഗ്യമുള്ള ഒരു സമയമായിട്ട് വേണം, അല്ലെങ്കിൽ സാഹചര്യമായിട്ട് വേണം നമ്മൾ കണക്ക് പോകാൻ. അവരുടെ കൃതികളെ കുറിച്ചൊക്കെ ധാരാളമായിട്ട് ഇവിടെ പറയുകയുണ്ടായി. വരുന്ന പ്രഭാഷണങ്ങൾ അവർ തന്നെ സംസാരിക്കാനായിട്ട് സാധ്യത ഉള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അത്രയധികം വാചാരമാകുന്നില്ല. എങ്കിലും ചില പ്രസക്തമായ പാട്ടുകൾ ഒന്ന് രണ്ട് വരികൾ ഇപ്പൊ പാടുവാനായിട്ട് പ്രത്യേകം തന്നെ റഫീഖ് അഹമ്മദ് സാറിന്റെയും എംജിആർ സാറിന്റെ ഒക്കെ പാട്ടുകൾ പാടാനായിട്ട് ഇവിടെ ജോസേട്ടൻ പെൺകളെ ചേച്ചി തയ്യാറെടുത്ത് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ചില പ്രസക്തമായിട്ടുള്ള എംജിആർ ഈ അടുത്ത കാലത്ത് നമുക്ക് സമ്മാനിച്ച വലിയൊരു പാട്ട്, ഒരുപാട് അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന കുറി വരച്ചാലും കുരിശു വരച്ചാലും എന്ന് പറയുന്ന ഒരു ഗാനം ഏറെ പ്രശസ്തമായിട്ടുള്ളതാണ്. അതൊക്കെ എത്രയോ എനിക്ക് തോന്നുന്നു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന വയലാറിന്റെ ഒരു ഗാനത്തിന് ശേഷം അത്ര തീവ്രമായ ആശയം ഉൾക്കൊള്ളുന്ന ഈ കാലഘട്ടത്തിൽ ഏത് രീതിയിലും അനുയോജ്യമായ രീതിയിൽ നമുക്ക് കൂട്ടിച്ചേർക്കാവുന്ന ഒരു മഹാകാവ്യമായിട്ട് വേണം ഞാൻ അതിനെ കാണുന്നത് വായനക്കാരൻ എന്ന നിലയിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ കുടി വരച്ചാലും കുരിശി വരച്ചാലും കുപ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന്, കേൾക്കുന്നതും ഒന്ന്, കരുണാമയന ദൈവം ഒന്ന്. യേശുദാസിന്റെ ശബ്ദത്തിലാണ് നാം കേട്ടതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രേമ കവിതകൾ അതേ രീതിയിലുള്ള അതിസമ്പന്നമായിട്ടുള്ള ഫിലോസഫിക്കൽ സോങ്സ് എഴുതിയ റഫീഖ് സാറും ഒട്ടും പുറകിലല്ല എന്നുള്ളത്. ഇവിടെ നമ്മളൊരു മത്സരമായിട്ട് ഞാൻ കവിതകൾ രണ്ടുപേരുടെയും പാട്ടുകൾ എടുത്ത് ശേഖരിച്ച് താരതമ്യം ചെയ്തപ്പോൾ തുല്യമായ രീതിയിൽ രണ്ടുപേരും മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. സ്പിരിറ്റ് എന്ന സിനിമയിൽ ഈ അടുത്ത കാലത്ത് റഫീഖ് സാർ എഴുതിയ മരണം എത്തുന്ന നേരത്ത് എന്നുള്ള ഗാനം തന്നെ ഉദാഹരണമായിട്ട് എത്ര ഉദാത്തമായിട്ടുള്ള പ്രേമ സങ്കല്പമാണ് അതിലൂടെ കൊണ്ടുവരുന്നത്. അതോടൊപ്പം മരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ എത്ര കൃത്യമായിട്ടാണ് രേഖപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളതെന്നൊക്കെ പലപ്പോഴും ആലോചിച്ചു പോകുന്നത്. ഒരുപക്ഷെ സുന്ദരി നീ തുമ്പ് കെട്ടിയിട്ട് ചുരുമോടി എന്ന എംജിആർ ആ കാലഘട്ടത്തിൽ ശാലിനി എന്റെ കൂട്ടുകാരി പാടിയപ്പോൾ അത് പാടാൻ കൊതിച്ച കാമുക ഹൃദയങ്ങളെ അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നു, ചെറുപ്പക്കാരുണ്ടായിരുന്നു. അത് കേൾക്കാൻ കൊതിക്കാത്ത ഒരു നായികമാരും ഒരു ക്യാമ്പസിൽ ഉണ്ടായിരുന്നില്ല. കാരണം അത്രയധികം ഹൃദ്യസ്ഥമായിരുന്നു സുന്ദരി നീ തുമ്പ് കെട്ടിയിട്ട. ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി അതൊന്ന് പാട്ട് നേരെ രൂപയെ പാടിയാൽ അപ്പൊ അയാളുടെ കൂടെ പെൺകുട്ടി തയ്യാറാകുന്ന അവസ്ഥ, പ്രേമിച്ച് പോകാൻ തയ്യാറാകുന്ന അവസ്ഥ, അത്ര ലളിതസുന്ദരമായ രീതിയിൽ പ്രണയത്തെ ഇതിൽ കൂടുതൽ എങ്ങനെ എഴുതാനാണ്. അതേ സിനിമയിൽ തന്നെ എംജിആർ അതീവ ഹൃദ്യമായ മറ്റൊരു പാട്ട് പ്രേമത്തെ കുറിച്ച് തന്നെ നിർവചിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ് യാഥാർത്ഥ്യം. അതില് ഒരു കൃഷ്ണ പഞ്ചമി രാത്രിയിലെ മുനയിൽ ഇതളിട്ടു നിന്ന വികാരം സരയൂ നദിയിലെ ഓളങ്ങളെന്നും സാധകം ചെയ്ത വികാരം. ഓ കണ്ണുകൾ കണ്ണുകളിടഞ്ഞു മനസ്സും മനസ്സും പറഞ്ഞു പ്രേമം ദിവ്യ പ്രേമം കൊഞ്ചു വീണകൾ തൻ ഹൃദയ വികാരം. പ്രേമത്തെ കുറിച്ച് ഒരാൾ എന്ത് പറയാനാണ്
ഇത്രയും അത്രമാത്രം നമ്മുടെ ഹൃദയത്തെ അലിയിക്കുന്ന പ്രണയ വികാരം കൊണ്ടുവരാനൊരു കവിക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് സാറിലുള്ള മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രം എരിയുന്ന ജീവന്റെ മറ്റൊരു പ്രണയ സങ്കല്പമാണ്. ഇത്രയും ഉദാത്തമായിട്ടുള്ള പ്രണയ കാവ്യങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചത് ഇത്ര പേരുണ്ടാവും എന്ന് കണ്ടെത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നൊസ്റ്റാൾജിക്കൽ ആയിട്ടുള്ള പാട്ടുകൾ രണ്ടുപേരും എഴുതിയിട്ടുണ്ട്. പടിയിറങ്ങുന്നു എന്നുള്ള അതിപ്രശസ്തമായിട്ടുള്ള ഒരു ഗാനം റഫീഖ് സാറ് പടിയിറങ്ങുന്നു പടിയിറങ്ങുന്നു മഴയൊതുക്കുകൾ പിന്നിടുന്നു വെയിൽ വരമ്പുകൾ പിന്നിടുന്നു നെടിയൊരോർമകൾ പിന്നിടുന്നു പടിയിറങ്ങുന്നു പടിയിറങ്ങുന്നു. ഒരു പ്രവാസിയുടെ ഇത്രയ്ക്ക് വികാര തീവ്രമായിട്ടുള്ള ആ ഒരു നൊസ്റ്റാൾജിക്കൽ സോങ്, ഫിലോസഫിക്കൽ സോങ് ഒക്കെ എത്രയോ ഹൃദയം നമ്മളെ കവർന്നിട്ടുണ്ടെന്ന്. അതുപോലെ അങ്ങനെ പറയാനുള്ള നിരവധി പാട്ടുകളുണ്ട്. ഗർഷോമിലെ പാട്ടുകളുണ്ട്, രാക്കിളിതൻ ആ പാട്ടുണ്ട്. അതുപോലെ എണ്ണമറ്റ പാട്ടുകളാണ് ഈ രണ്ടുപേരും മലയാളത്തിന് സമ്മാനിച്ചിരിക്കുന്നത്. ഞാൻ പാട്ടുകളെ കുറിച്ച് മാത്രം ഈ അവസരത്തിൽ പറയാൻ കാരണം വെച്ചാൽ കവിതകളെ കുറിച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് പരാമർശിക്കാതെ പോകുന്നത് നമ്മൾക്ക് കുറച്ചും കൂടെ ഹൃദയസ്ഥവും കേട്ടുകേൾവി കൂടുതലുള്ളത് അതായതുകൊണ്ട് മാത്രമാണ്. പക്ഷെ മലയാളത്തിലെ മഹാകവികളുടെ ഒരു പട്ടിക നമ്മൾ പൂരിപ്പിക്കാൻ തുടങ്ങിയാൽ അതിൽ എം ഡി രാജേന്ദ്രൻ എന്നുള്ള പേരും റഫീഖ് അഹമ്മദ് എന്ന പോലും സ്വർണ്ണ വർണ്ണ അക്ഷരാത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടാകുമെന്ന് നിസ്സംശയം പറയാം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യ പ്രഭാഷണത്തിനായിട്ട് റഫീഖ് അഹമ്മദ് മാഷിനെ ക്ഷണിക്കാം. സീനിയോട്ട് തെറ്റിക്കുന്നില്ല. അപ്പൊ നമുക്ക് എവിടെയാണ് നിന്ന് തന്നെ ആരംഭിക്കാൻ സാധിക്കും. പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയത്. അപ്പൊ നമുക്ക് എം ഡി ആറിൽ നിന്ന് തുടങ്ങാം. അതപ്പോഴാണ് ഗുരുത്വം എന്ന് പറഞ്ഞ ആളുകൾ കറക്റ്റായ കാര്യമാണ്. എം ഡി ആറിന് സ്വാഗതം. നന്ദി എം ഡി ആർ. വളരെ സരസമായ രീതിയിൽ തന്നെ പാട്ടിന് പിറകിലുള്ള അതിന്റെ അധ്വാനവും കുറച്ച് കഥകളും ഒരുപക്ഷെ നമ്മളെ പോലുള്ള സാധാരണ എഴുത്തുകാർക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു പരിസരമാണ് അതെല്ലാം തന്നെ. അതിനെക്കുറിച്ചൊക്കെ അറിയാനും കേൾക്കുവാനും അത് എം ഡി ആറിനെ പോലുള്ള നാവിൽ നിന്ന് കഴിയുന്നത് ചെറിയ കാര്യമല്ല. വളരെ സരസമായ രീതിയിൽ എം ഡി ആർ ഇന്നതെല്ലാം അവതരിപ്പിച്ചു എന്നുള്ളത് പ്രത്യേകം പറയാതിരിക്കാൻ മാർഗമില്ല. അതെല്ലാം മനോഹരമായ രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ള പ്രത്യേകത ഉണ്ട്. ഈ ബാഗിന്റെ രഹസ്യം ഒന്നുമില്ല. ഈ ഇടയാഴ്ച എല്ലാ അതിഥികൾക്കും ബാഗാണ് കൊടുക്കണം എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഒരു മുണ്ടായിരുന്നു. ഷാള് തുടങ്ങിയ കലാപരിപാടികളിലൂടെ പ്രോത്സാഹിപ്പിക്കാറില്ല. ഷാളൊക്കെ നിങ്ങൾക്കറിയാം വേസ്റ്റ് ആണ്, നമ്മൾ കൊണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. പൂക്കൾ കൊടുക്കുന്ന പോലെ നമ്മൾ താല്പര്യപ്പെടാറില്ല. പുസ്തകങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ മുണ്ട് ഒക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. കൊടുക്കാമല്ലോ എന്ന് കരുതുന്നത്. അതിനെ അടുത്തിടെ മാറ്റം വരുത്തിയിട്ടാണ് ഈ ബാഗ് ആക്കിയത്. പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, അതിന്റെ രഹസ്യം ഒന്ന് പറയുന്നത് മാത്രം ഒരു മിനിറ്റ് എടുക്കുള്ളൂ. ഒരു ദിവസം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന നമ്മുടെ ഡ്രസ്സ് അടക്കം എല്ലാം കൊള്ളുന്ന ഒരു ബാഗാണ്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി നമ്മളെല്ലാവരും അത്യാവശ്യം യാത്ര ചെയ്ത് അവിചാരിതമായിട്ടാണെങ്കിലും ഒരു ദിവസം എവിടെയെങ്കിലും താമസിക്കേണ്ട അവസ്ഥ വരും എന്നുള്ളതാണ്. അപ്പൊ വളരെ ഒതുക്കത്തിലും കൈകാര്യം ചെയ്യാൻ എളുപ്പമായ രീതിയിൽ ഒരു സ്ലിപ്പ് ബാഗ്, അപ്പൊ അത് നല്ല രീതിയിൽ ചെയ്തു തരാമെന്നതിന്റെ ഈ മാനുഫാക്ചർ ചെയ്ത ആള് ഉറപ്പ് തരികയും അദ്ദേഹം അത് ക്വാളിറ്റിയോടുകൂടി തുടർച്ചയായിട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പൊ ഇതിന്റെ രഹസ്യം. സത്യത്തിൽ ഇപ്പം മേടിക്കണം മുണ്ടിനേക്കാൾ ലാഭം. അത് പറയാതിരിക്കാൻ പറ്റും. മുണ്ടിന്റെ വില അത്രയ്ക്ക് ക്രമാതീതമായിട്ട് പോയെന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് മറ്റൊരു നിക്ഷേപമുണ്ട്. അതാണ് നിങ്ങൾക്കുള്ള സമ്മാനം. അത് കുറച്ച് പുസ്തകങ്ങൾ, അത് റിസാദ് പറഞ്ഞു, അതാണ് സമ്മാനം. അതും കൂടി ചേർത്തായിരിക്കും നമ്മൾ കൊടുക്കണമെന്നുള്ളതാണ്. എല്ലാ അതിഥികൾക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. റഫീഖ് മാഷിന് മാത്രമല്ല, സി പി മാഷിനും കൊടുത്തിട്ടുണ്ട്. സി പി മാഷൻ നമ്മുടെ അതിഥി അല്ല വിളിക്കുന്നത്. എപ്പോഴും നമ്മുടെ കേൾവിക്കാരായിട്ട് അക്കാദമിയിലെ മിക്കവാറും തന്നെ എത്താറുണ്ടെന്നുള്ളത് സാഹിത്യത്തിന്റെ പരിപാടികളുടെ സമഗ്രത കാണിക്കുന്ന ഒരു
സൂചനയാണ്. അതൊക്കെ തന്നെ എല്ലാവരും അത്തരത്തിൽ വരുന്നുണ്ട്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു തന്നു. പാട്ടുപാടി മനോഹരമായിട്ട് തന്നെ പാട്ടുപാടി. ഇനി അവസാനമായിട്ട് എംജിആർ പാടിയ പാട്ട് ഞാനും എംജിആറും കൂടി നേരിട്ട് തന്നെ മഹാനായ ഈ മധുസാറിൻ്റെ അഭിനേതാവായിട്ടുള്ള മധുസാറിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. ഞങ്ങൾ 10-ാം തീയതി തിരുവനന്തപുരത്ത്, 9-ാം തീയതി പോകും. 10-ാം തീയതി ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആ ഒരു ദിവസം അവിടെ ചെലവിടുന്നുണ്ട്. പക്ഷെ എംജിആർ ഈ സാഹസം അവിടെ ചെന്ന് കാണിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇനി നമ്മൾ കാത്തിരുന്ന റഫീഖ് മാഷിന്റെ പ്രസംഗത്തിലേക്ക് കടക്കാം. റഫീഖ് മാഷിന് പറയാനുള്ളത് കേൾക്കാം. ഒരുപാട് നന്ദി റഫീഖ് മാഷ്. നമ്മള് എംജിആറിന്റെ കാര്യം പറഞ്ഞതുപോലെ ധാരാളം കാര്യങ്ങൾ, നമ്മളൊരു കവിത കേൾക്കുമ്പോൾ, ഒരു പാട്ട് കേൾക്കുമ്പോൾ, അത് എഴുതിയ ആൾ അതിൻ്റെ പിന്നിൽ എത്രമാത്രം അധ്വാനിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വസ്തുതകളിലൂടെയാണ് ഇപ്പോൾ നാം കടന്നു പോയത് എന്നുള്ളതാണ്. റഫീഖ് മാഷ് കവിതകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ചില കവിതകളൊക്കെ വളരെ ശ്രദ്ധേയമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ മുമ്പ് വായിക്കാൻ വേണ്ടിയിരുന്നതാണ്. അതിൽ 2 വരി ഇങ്ങനെയുണ്ട്: 2 താളുകളിൽ 2ആയി കിടന്ന 2 വരികൾ നാം, ഏത് കവി നമ്മെ കൂട്ടിയിണക്കി ഒരു ഈരടിയാക്കി. അത്രയുള്ളൂ. ഇതിന്റെ മനോഹാരിത നമുക്ക് വിവരിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മുടെ ഹൃദയത്തിലേക്ക് ആ കവിത പതിഞ്ഞു കഴിഞ്ഞു. ഞാൻ കുറച്ചു മുമ്പ് നിങ്ങളോട് എംജിആർ ഒരു ഖണ്ഡകാവ്യം എഴുതിയെന്ന് പറഞ്ഞു. ഇതാണ് ആ പുസ്തകം, ശ്രാവണങ്ങൾ. ഇത് ഒരു ജൈന വിശ്വാസത്തെ ആസ്പദമാക്കിയിട്ട് നമ്മുടെ പ്രതിമയുണ്ടല്ലോ, അതിനെ കുറിച്ചുള്ള അതിന്റെ ചരിത്രങ്ങളെ പറയുന്ന, ജൈന ചരിത്രത്തെ കുറിച്ച് പറയുന്ന ഒരു ദീർഘമായിട്ടുള്ളൊരു കവിതയാണ്. പക്ഷെ അതിനകത്ത് എംജിആർ ഇത്തരത്തിൽ 1-2 കാര്യങ്ങൾ ആ കവിതയിൽ പരാമർശിക്കുന്നുണ്ടെന്നാണ്. സത്യമെന്നൊന്നും ആപേക്ഷികമാണെന്നറിയുമ്പോൾ ജ്ഞാനം ഭാഗികം മാത്രമാണെന്ന് തെളിയുമ്പോൾ തീർത്ഥാടനത്തിൽ വൈശാലി സ്മൃതികളിൽ തീർത്ഥമാമാരിൽ പ്രഭാതങ്ങൾ വിടരുന്നു. ഈ കവിതയിൽ സന്ദർഭോചിതമായിട്ട് ഇതൊരു ഖണ്ഡകാവ്യമാണ്, വൃത്താനുബന്ധ രീതിയിൽ എഴുതിയിരിക്കണം. 2ന്റെ വ്യത്യസ്തം ഉണ്ടാവും. പക്ഷെ 2 ഈ ഹൃദയത്തിലേക്ക് നമ്മൾ ചില കവിതകൾ പാടിന് ആഞ്ഞു പതിക്കും എന്ന് പറയപ്പെടാറുണ്ട്. ആശാന്റെയും വയലാറിന്റെ ഒക്കെ വള്ളത്തോണ്ടൊക്കെ അത്രയും കവിതയുണ്ട്. അതുപോലെ ആ ശ്രേണിയിൽ ഉൾപ്പെടുത്താവുന്ന 2 കവികളാണ്. അതോടൊപ്പം സാറിവിടെ പരാമർശിച്ച ആ പാട്ട്, അത് നിങ്ങൾ പലരും കേട്ട് കാണുമെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. കിഴക്ക് കുന്നിൻ മീത് ഉദിച്ചു വന്ന നിലാവല വീണു, ഇരുട്ടി വാഴും കളത്തിലാകെ പൊതു തിളങ്ങി, എന്നാൽ ഒരു തൂകിയ പുഞ്ചിരി വീണൻ നെഞ്ചു കലങ്ങി, അവളുടെ ഇരിപ്പ് കണ്ടും നടപ്പ് കണ്ടും ഉള്ളു കുലുങ്ങി. ഷാപ്പില് കള്ളു കുടിച്ച് ഒരു കുണ്ട പാടുന്ന പാടാണ്. പക്ഷെ ഇതിനൊരു വലിയ കവിതയാണ്. ആ സിനിമയിൽ അത് വളരെ ആപ്റ്റായിരുന്നു. സാറ് വളരെ ഫലത്തോടെ പറഞ്ഞു. കാരണം ആ സീൻ അഭിനയിച്ചിരിക്കുന്നത് മമ്മൂട്ടിയാണ് എന്നുള്ളതാണ്. മമ്മൂട്ടി അഭിനയിക്കുമ്പോൾ നമുക്കതൊരു കള്ളുകൂടിയനോ വില്ലനായിട്ട് തോന്നാത്തതാണ് നമ്മുടെ പ്രേക്ഷകന്റെ ഒരു വലിയ അവന്റെ ഒരു രീതി അതാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് കവിതയായിട്ട് തന്നെയാണ് ഉൾക്കൊള്ളുന്നത്. പലപ്പോഴും അത് അഭിനയിച്ച് ഫലിപ്പിക്കുന്നവരും സംവിധാനം ചെയ്യുന്നവരുടെ കഴിവ് കൂടി ഈ കവിതയെ മേന്മയുള്ളതാക്കാൻ നമ്മളെ അത്തരത്തിൽ ചിന്തിപ്പിക്കാൻ നമ്മളെ സഹായിക്കാറുണ്ടെന്നുള്ളതാണ് വസ്തുത. അല്ലെങ്കിൽ തന്നെ റഫീഖ് സാറിന്റെ കഴിയുന്നോ അല്ലെങ്കിൽ എംജിആറിന്റെ ഒക്കെ കഴിയുന്നോ അതിൽ താഴെ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എല്ലാം അതിനൊക്കെ എത്രയോ മുകളിലാണ്. കവിതയാണ് ഞങ്ങൾ എപ്പോഴും കരുതുന്നതും കിട്ടുന്നതും. ഇനിയും അത് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഇനി നമുക്ക് ഇത്രയും നേരം നീണ്ട പ്രഭാഷണം കഴിഞ്ഞെങ്കിൽ നമുക്ക് 2 പാട്ട് കേട്ട് ഒന്ന് റിലാക്സ് ചെയ്യാം. 2 പേരുടെയും പാട്ടുകൾ. ആദ്യത്തെ പാട്ടോടെ പ്രകടിപ്പിച്ച്